ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൂലി പറാട്ടയാണ്. അതായത് മുള്ളങ്കി കൊണ്ടുള്ള പറാട്ട. നോർത്ത് ഇന്ത്യൻസിന്റെ ഫേവറേറ്റ് ആണ്. വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മൂലി വേണം. ഏത് 2 ടൈപ്പ് ഓഫ് മുള്ളങ്കി നമുക്ക് അവൈലബിൾ ആണ്. 2 ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനപ്പോൾ ആ പിങ്ക് കളറിലുള്ള മുള്ളങ്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് മേൽഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഒരു പൊട്ടറ്റോ പീലർ ഉണ്ടോന്നെങ്കിൽ പിലിയുക, അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളയുക. ഞാനൊരു പൊട്ടറ്റോ പീലർ കൊണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് ചീവില്ലേ, ഒന്നല്ലെങ്കിൽ അല്ല, നമ്മൾ ക്യാരറ്റ് ചീവില്ലേ, ക്യാരറ്റ് ചീവുന്ന ഗ്രേറ്റർ കൊണ്ട് ക്യാരറ്റ് ചീവുന്ന മാതിരി ഈ മുള്ളങ്കി നന്നായി ഒന്ന് ചീവി എടുക്കണം. ഞാൻ എൻ്റെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ട്, അതിൽ ഗ്രേറ്റർ ബ്ലേഡ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം ഞാൻ എത്ര കപ്പ് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അളവ് പറയാം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അളവ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പ്, കറക്റ്റായിട്ട് 2.5 കപ്പ് വരുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് വരുന്നുണ്ട്. ഞാൻ അളന്ന് നോക്കിയായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് മാവ് ആഡ് ചെയ്ത് കൊടുക്കണം, അതായത് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടര കപ്പ് മുള്ളങ്കിക്ക് 2.5 കപ്പോളം തന്നെ ഗോതമ്പ് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറയാം. പിന്നെ ഇതിലത്തെ ഫ്ലേവറും എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഒരുപാട് ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കുക്ക് ചെയ്ത് ഉണ്ടാക്കാം, മുള്ളങ്കി തനിയെ കുക്ക് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ചിലവർ ചെയ്യണ കണ്ടിട്ടുണ്ട്, മുള്ളങ്കിയുടെ വെള്ളം എല്ലാം കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് എല്ലാം കളഞ്ഞിട്ട് ആ ചണ്ടി വെച്ച് മാത്രം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. ഒന്ന് നമുക്ക് ഈസി ജോബാണ്, അതൊക്കെ കളയാവുന്ന എക്സ്ട്രാ പ്രോസസ്സാണ്. നമ്മുടെ സമയം വെറുതെ പോകും. പിന്നെ അതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമുണ്ടോ? ആ വെള്ളത്തിലും കുറേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. ഞാൻ അല്ലാതെ തന്നെ ഇട്ട് കുഴയ്ക്കാറുള്ളതാണ് പതിവ്. ഓക്കെ, ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ, ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി കുഴയ്ക്കാൻ സൗകര്യത്തിന്. അത് ചെറിയ പാത്രമായിരുന്നല്ലേ. അപ്പം ഞാൻ അതിലോട്ട് ഒരു 1/2 സ്പൂൺ ജീരകം ആഡ് ചെയ്തു, സാധാരണ ജീരകം. പിന്നെ നമ്മുടെ ചെറിയ ജീരകം. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യാറില്ല, പക്ഷെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പറാട്ടയ്ക്ക് ഞാൻ എപ്പോഴും ഉപ്പ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇത് അയമോദകമാണ്, അതായത് അജ്വൈൻ എന്ന് പറയും. ഇത് ഈ പറാട്ടാസിന് ശരിക്കും ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ഏകദേശം ഒരു 2.5 സ്പൂൺ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.5 സ്പൂണാണ്. ഞാൻ ആദ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ നിറയെ ആഡ് ചെയ്ത പോലെ തോന്നുമെങ്കിലും ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ കുറേ പ്രാവശ്യം ആഡ് ചെയ്തത്. ഒരു 2.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു വലിയ പച്ചമുളക് വേണം, അത് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. പക്ഷെ നല്ല മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് കുറച്ചുകൂടി ഇഷ്ടമെങ്കിൽ 2-3 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്യാം, ഉണക്കിയ മാങ്ങാ പൗഡർ, അതായത് ആംചൂർ പൗഡർ ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം, മല്ലിയില ആഡ് ചെയ്യാം, പുതിന ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം നോക്കിയിട്ട് മാത്രമേ ഒഴിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും, ചിലപ്പോൾ ആവശ്യം വരില്ല. അപ്പോൾ ആദ്യം ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. മുള്ളങ്കിയിലുള്ള വെള്ളം തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ഒട്ടും പോരാ. അപ്പോൾ ഞാനിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ കുഴച്ച് നോക്കിയിട്ട് അളവ് പറയാം. പക്ഷെ എപ്പോഴും അത് മാറുണ്ടോ, കാരണം മുള്ളങ്കിയുടെ ആ ഒരു മോയ്സ്ചർ അനുസരിച്ചിട്ടിരിക്കും നമുക്ക് വേണ്ട വെള്ളം അളവ് പറയാൻ വേണ്ടിയിട്ട്. എന്നാലും ഏകദേശം ഒരു കണക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. അത്ര സോഫ്റ്റ് ആവണ്ട, കുറച്ച് ടൈറ്റായിട്ട് കുഴയ്ക്കുകയാണ് നല്ലത് പറാട്ടയ്ക്ക്. കാരണം ഇരിക്കുന്നതോറും ഈ സോഫ്റ്റ് ആവും. ഞാൻ അതിലോട്ട് ഒരു 2 സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്.
ഇതിലോട്ട് വേണമെങ്കിൽ വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, നെയ്യ് ആഡ് ചെയ്യാം. അതൊക്കെ നല്ല ഫ്ലേവർ തരും. അതൊക്കെ ഹെവിയും ആവും. അറിയാലോ, പറാട്ട മെയിൻലി സെർവ് ചെയ്യുന്നത് മെയിൻലി പിക്കിളും, അതായത് നമ്മുടെ അച്ചാറും തൈരുമാണ്. അല്ല വേറെ കറികൾ വേണമെന്നുണ്ടെങ്കിൽ കറികളും ഉണ്ടാക്കാം. പനീർ ബട്ടർ മസാലയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ സെർവ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 8-10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പറാട്ട പരത്താൻ തുടങ്ങാം. ഓക്കെ, പറാട്ട പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിക്കല്ല് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്, പരത്തി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിന്ന് പറാട്ട എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് പറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 2 ഇരട്ടി വലുപ്പത്തിൽ വേണം പറാട്ടയുടെ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഉരുട്ടിയെടുക്കുക, എന്നിട്ട് ഒന്ന് പരത്തിയിട്ട് പൊടിയിലൊന്ന് ആക്കി കൊടുക്കുക. 2 സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്യുക പൊടി. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് വളരെ തിന്നായിട്ടാണ്. പറാട്ടയ്ക്ക് എപ്പോഴും തിക്ക് വേണം. ശരിക്കും നമ്മുടെ പൊറോട്ട മാതിരി തന്നെ നല്ല തിക്ക് വേണം. അങ്ങനെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തുക. സാധനം മാതിരി തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി. ഇനി ഇതിൽ നമുക്ക് ഡിഫറെന്റ് ഷേപ്പിൽ ചെയ്യാം. റൗണ്ടിൽ ചെയ്യാം, ട്രയാങ്കിൾ ചെയ്യാം. ഷേപ്പൊന്നും വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ചപ്പാത്തി ഒന്ന് ഞാൻ പറാട്ട പരത്തിയിട്ടുണ്ട്. അപ്പം കല്ലും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കല്ല് ചൂടായിട്ടുണ്ട്, അതിലോട്ട് പറാട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാതിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വേവാൻ സമയമെടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കല്ലൊന്നും ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പറാട്ട എപ്പോഴും കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് ആവട്ടെ. ഓക്കെ, രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായി കുക്കായിട്ടില്ല, ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ലെയർ മെല്ലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്നും ആവട്ടെ. അതിന് ശേഷം വേണം നീ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷം വേണം നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണയോ വെണ്ണയോ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നോർത്ത് ഇന്ത്യൻസ് ഒന്നല്ലെങ്കിൽ ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലാണ് ചെയ്യുന്നത്. അതായത് ഒന്നല്ലെങ്കിൽ വെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മുടെ പാവം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാവിടേക്കും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനിയാണ് എൻ്റെ കുക്കിംഗ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാലോ, ഞാൻ തീ നല്ലോണം കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം മെയിൻലി നമുക്ക് തീ വരുന്നത് നടുവിൽ മാത്രമേ വരുള്ളൂ. ചുറ്റും ചിലപ്പോൾ ഒരേപോലെ വരുന്നൊന്നും വരില്ല. അതുകൊണ്ട് ആ തീയുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഞാൻ സൈഡ്സ് എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ഈ സൈഡും എണ്ണ ഇട്ട് കൊടുക്കാം, എണ്ണ തേച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇതിലോട്ട് വെണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ വെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഹെവി ആവും. ഇത് 1-2 കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവും. അത്ര തിക്കിലാണ് അവരുണ്ടാക്കുന്നത്. ഞാൻ പിന്നെയും കുറച്ചുകൂടെ തിന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും തിക്നെസ്സിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ ആ നടുവിലേക്ക് തീയുള്ള സ്ഥലത്ത് നോക്കിയിട്ട് പറാട്ടയുടെ സൈഡ്സ് എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേ സൈഡ്സ് എല്ലാം കുക്കാവുള്ളൂ. അല്ലെങ്കിൽ നടുവിൽ മാത്രം കുക്കാവും, സൈഡിലെല്ലാം ഒന്നും കുക്കാവില്ല. അതിന് വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. നടുവിലോട്ട് സൈഡ് ഭാഗം തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും അതേമാതിരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ആവും. എല്ലാ സൈഡും അതേപോലെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം കണ്ട കളറെല്ലാം മാറി എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വാങ്ങുകയാണ്. അപ്പൊ പറാട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്യാം,
ഞാനിപ്പോൾ റൗണ്ടിലും ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിളിലും ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി സെർവ് ചെയ്യുന്നത് അച്ചാറും തൈരുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കറി നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പനീർ ബട്ടർ മസാലയോ പനീർ കറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറാട്ട എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.